മഹാത്മാഗാന്ധിയുടെ ചെറുമകനും പൊതുപ്രവർത്തകനുമായ തുഷാർ ഗാന്ധിക്കെതിരെ ബി.ജെ.പി. പ്രതിഷേധം. തുഷാർ ഗാന്ധിക്കെതിരെ കേസെടുക്കണമെന്നാണ് നിലവിൽ ബി.ജെ.പി. ആവശ്യം. നെയ്യാറ്റിൻകരയിൽ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്താനാണ് ബി.ജെ.പിയുടെ തീരുമാനം. കഴിഞ്ഞ ദിവസമാണ് തുഷാർ ഗാന്ധിയെ ആർ.എസ്.എസ്. ബി.ജെ.പി. പ്രവർത്തകർ തടഞ്ഞത്. ഗാന്ധി മിത്ര മണ്ഡലം സ്ഥാപകനും പ്രമുഖ ഗാന്ധിയനുമായ പി. ഗോപിനാഥൻ നായരുടെ പ്രതിമ അനാച്ഛാദന ചടങ്ങിന് എത്തിയതായിരുന്നു തുഷാർ ഗാന്ധി. രാജ്യത്തിന്റെ ആത്മാവിന് ക്യാൻസർ ബാധിച്ചിരിക്കുന്നുവെന്നും സംഘപരിവാറാണ് ക്യാൻസർ പടർത്തുന്നതെന്നും തുഷാർ ഗാന്ധി പ്രസംഗിച്ചിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് ആർ.എസ്.എസ്. ബി.ജെ.പി. പ്രവർത്തകർ പ്രകോപനം സൃഷ്ടിച്ചത്. എന്നാൽ തന്റെ നിലപാടിൽ മാറ്റമില്ലെന്ന് പറഞ്ഞ തുഷാർ ഗാന്ധി പ്രതിഷേധത്തിനെതിരെ ഗാന്ധിജിക്ക് ജയ് വിളിച്ച ശേഷം മടങ്ങുകയായിരുന്നു. തുഷാർ ഗാന്ധി മാനസിക രോഗിയാണെന്നും തലച്ചോറും നാവും അർബൻ നക്സലൈറ്റുകൾക്കും രാജ്യദ്രോഹികൾക്കും പണയം വെച്ചെന്നും ബി.ജെ.പി. സംസ്ഥാന സെക്രട്ടറി എസ്. സുരേഷ് ആരോപിച്ചു. മഹാത്മാഗാന്ധിയെയും ഗോപിനാഥൻ നായരെയും അപമാനിച്ചു. പ്രതിമാനാച്ഛാദന ചടങ്ങ് മൂന്നാംകിട രാഷ്ട്രീയം പറയാനുള്ള വേദിയാക്കി. തുഷാർ ഗാന്ധിക്കെതിരായ പ്രതിഷേധം സ്വാഭാവികമാണെന്നും എസ്. സുരേഷ് വിഷയത്തിൽ പ്രതികരിച്ചു. അതേസമയം ആർ.എസ്.എസിനെതിരായ പോരാട്ടം തുടരുമെന്ന് തുഷാർ ഗാന്ധിയും വ്യക്തമാക്കി. ആർ.എസ്.എസ്. രാജ്യത്തിന് ആപത്താണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കും. ഭീഷണികളെ ഭയപ്പെടുന്നില്ല. ആർ.എസ്.എസിനെ ചെറുക്കുന്നതിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ജാഗരൂകരാവണം. അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നുവെങ്കിൽ അവർ ഇത്തരത്തിൽ പ്രതികരിക്കില്ലായിരുന്നു. തനിക്കെതിരായ പ്രതിഷേധങ്ങളെ മാനിക്കുന്നുവെന്നും തന്റെ അഭിപ്രായങ്ങളെ തന്നെ എതിർക്കുന്നവർ മാനിക്കണമെന്നും തുഷാർ ഗാന്ധി പറഞ്ഞു. അതേസമയം തുഷാർ ഗാന്ധിയെ തടഞ്ഞ കേസിൽ അറസ്റ്റിലായ നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയിലെ കട്ടപ്പന വാർഡ് കൗൺസിലർ അടക്കം 5 ആർ.എസ്.എസ്. ബി.ജെ.പി. പ്രവർത്തകരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിരുന്നു. നെയ്യാറ്റിൻകര പോലീസാണ് ഇവർക്കെതിരെ കേസെടുത്തിരുന്നത്. അനധികൃതമായി സംഘം ചേരൽ, ഗതാഗത തടസ്സം സൃഷ്ടിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയായിരുന്നു കേസെടുത്തത്. ബി.ജെ.പി. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ധർണ നടത്താൻ ബി.ജെ.പി. നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. സംഭവത്തിൽ അപലപിച്ച് നിരവധി പേർ രംഗത്തെത്തിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും പിന്തുണയുമായി രംഗത്തെത്തി. തുഷാർ ഗാന്ധിക്ക് നേരെയുണ്ടായത് ജനാധിപത്യത്തിനെതിരായുള്ള കടന്നാക്രമണമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഷയത്തിൽ പ്രതികരിച്ചത്. അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന നടപടി അനുവദിക്കില്ല. സംഭവത്തിൽ നിയമ നടപടി ഉണ്ടാകണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിന് പിന്നാലെയാണ് പോലീസ് കേസെടുത്തത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മഹാത്മാഗാന്ധിയുടെ ചെറുമകനും പൊതുപ്രവർത്തകനുമായ തുഷാർ ഗാന്ധിയെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു. ആർ.എസ്.എസ്. ബി.ജെ.പി. പ്രവർത്തകർ തടഞ്ഞ തുഷാർ ഗാന്ധിക്ക് എല്ലാ പിന്തുണയും പ്രതിപക്ഷ നേതാവ് വാഗ്ദാനം ചെയ്തു. കേരളത്തിലെ കൂടുതൽ പരിപാടികളിൽ പങ്കെടുക്കണമെന്ന് അദ്ദേഹത്തോട് വി.ഡി. സതീശൻ അഭ്യർത്ഥിച്ചു. മഹാത്മാഗാന്ധിയുടെ ആലുവ സന്ദർശനത്തിന്റെ ശതാബ്ദിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആലുവ UC കോളേജിലെ പരിപാടിയിൽ തുഷാർ ഗാന്ധിക്കൊപ്പം പ്രതിപക്ഷ നേതാവും പങ്കെടുക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം.